ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കായ വറുത്തതാണ്, ബനാന ചിപ്സ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ഞാൻ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് കായ വറുക്കാനുള്ള അല്ലെങ്കിൽ ചിപ്സിനുള്ള പഴം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ പാകത്തിനുള്ള പഴം തരും. അപ്പോൾ നമുക്കത് ഒന്ന് തൊലി കളഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും ചിപ്സിന്. അപ്പോൾ അത് പൊളിച്ചെടുക്കാൻ കുറച്ചൊരു പണിയാണ്. അപ്പോൾ കത്തി വെച്ച് ഒന്ന് വരട്ട് കൊടുത്തിട്ട് ഒന്ന് പൊളിച്ചെടുത്താൽ മതി. പഴുക്കാത്ത പഴമാണല്ലോ, അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ തൊലി വെച്ച് നമുക്ക് പേരി ഒക്കെ ഉണ്ടാക്കാം. നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ 20 മിനിറ്റൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് നന്നായി കഴുകിയിട്ട് നല്ല ഒരു തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ടിഷ്യൂ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ പഴം ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്കിത് തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി വെച്ചിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞു കൊടുക്കാം. നല്ല തിന്നാവും തോറും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ അരിഞ്ഞിട്ട് എടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ സ്ലൈസ് ചെയ്തെടുക്കാം, അപ്പോൾ ഒന്നും കൂടെ തിന്നാവും. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. എത്രയും കനം കുറച്ച് അരിയുന്നോ അത്രയും ടേസ്റ്റാണ്. നല്ല തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണ വറുത്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടി പിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ വിടുത്തിയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒക്കെ കൂടി ഒട്ടി പിടിച്ച പോലെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വറുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് വിടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ അത് ആയിട്ട് വരുമ്പോൾ ഒരു കില്ലിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാവും, നല്ലൊരു സൗണ്ട് ഉണ്ടാവും. ആ ഒരു ടൈമിലാണ് നമുക്ക് ഉപ്പ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കും, പ്രശ്നമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ ആയിക്കോളും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചിപ്സിന് നല്ലൊരു ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങിക്കണക്കാട്ടി ഇപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. വെളിച്ചെണ്ണ തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. നമുക്ക് എല്ലാതും ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. ഇത് ഇട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ വിടുത്തി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ട വശം ഒന്ന് ഇളക്കി അങ്ങനെ ഒട്ടി പിടിച്ചതൊക്കെ ഒന്ന് വിടുത്തി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂട് എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞ പോലെ ആവും. നിങ്ങൾക്ക് ഒന്നും മുരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഓക്കെ. മഞ്ഞ കളറിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ചൂടൊന്ന് ശ്രദ്ധിക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു മുരിച്ചിലുണ്ട്. അപ്പം ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്ക് ആയിട്ട് വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ഉപ്പിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതാണ് എൻ്റെ ഒരു പാകം, ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള. ഒഴിച്ച വശം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കായൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം സ്നാക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ കായ വറുത്തത് അല്ലെങ്കിൽ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിൽ, എയർടൈറ്റുള്ള പാത്രത്തിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ തണുത്തു പോവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വീട്ടിലുണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.